ഞങ്ങള് കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് വരികയാണ്. കിണാശ്ശേരിയിലെ മുൻ കൗൺസിലറാണ്. വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ് കോഴിക്കോടിന്റെ. നമ്മള് നോമ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഈ 51 വീടുകളിലേക്കുള്ള കിണർ ടാങ്ക് കേട്ടോ. ടാങ്ക് നല്ല ഹൈറ്റിലാട്ടോ. എല്ലാ വീടുകൾക്കും വെള്ളത്താൻ കണക്കായിട്ടുള്ള സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ബാക്കിൽ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ 51 വീടുകളുടെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ താക്കോൽദാനൊക്കെ കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഏതായാലും ഉള്ളോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് നമ്മുടെ വീടുകളുടെ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഉഷാറായിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ കറക്റ്റ് അനുവാദമുണ്ട്. ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് ജോലിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വീടുകളുടെ ജോലികളൊക്കെ മൊത്തം ഇവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയൊന്നുമില്ല കേട്ടോ. ഇവിടെ മുൻഭാഗത്ത് വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ ആളുകളൊറ്റ വീട്ടുകാർ ഇവിടെ താമസമായിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് വരാനുള്ള പരിപാടിയാണ്. എല്ലാവരും കൂടി ഒരു നല്ല ഒരു ആഘോഷമാക്കി വരാനുള്ള പരിപാടിയാണ് ഇവിടേക്ക്. 51 വീട്ടുകാർ കണ്ടോ. എല്ലാ വീടിൻ്റെ പണിയും ഫുള്ള് തീർത്ത് വെച്ചൊരു ജോലിക്കാർ പോലും ഇവിടെ ഇല്ല. ഇനി ബാക്കോട്ട് പണി നടക്കുന്നുണ്ടെന്ന് അറിയില്ല. വീടിൻ്റെ ഉള്ളൊന്ന് കാണണം. ആ തൽക്കാലം അവിടേക്ക് എവിടെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞൊന്ന് പോയി നോക്കട്ടെ. മുൻഭാഗത്ത് ചെടികളൊക്കെ വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്ക് നേരെ റോഡിൻ്റെ സൈഡ് മാത്രം. ബാക്കി ഒരു ബേബി ചില്ലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേതാ നല്ലൊരു ട്രീ വെച്ചിട്ടുണ്ടല്ലോ. വീടിൻ്റെ ബാക്ക് സൈഡ് ഇതാ. ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു 1.5 മീറ്റർ ഒഴിവുണ്ട്. ബാക്ക് ഭാഗത്ത് എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കാം. ബാക്ക് ഭാഗത്ത് ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് വീടിന്. അതൊരു 2.5 മീറ്റർ, ബാക്കി 2.25 മീറ്റർ അങ്ങനെ ഉണ്ട്. ഈ സൈഡോ ഈ സൈഡ് 3-4 മീറ്ററോളം ഈ ഭാഗത്തുണ്ട്. വീട് ഇവിടെ നമ്മൾ പുറത്തുനിന്നും മുന്നിൽ നിന്നും കാണാൻ മാതിരില്ല കേട്ടോ. വീട് ബാക്കോട്ട് നല്ലോണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 2 മീറ്ററോളം ഇവിടെ ഉണ്ട്. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഇവിടെ കിണറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കാരപ്പുഴ ഡാമത്തെ പദ്ധതി ഇങ്ങോട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള കണക്ഷനൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ല, അത് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. താൽക്കാലികം ഒരു കിണർ ഇവിടെ ഉണ്ട്. ഇനി അതിന് വലിയൊരു കിണർ കുത്താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഏതായാലും ആ തൽക്കാലേക്ക് പോയാൽ കറക്റ്റ് വിവരം കിട്ടും. റോഡ് നല്ല വീതിയുണ്ട് കേട്ടോ. റോഡ് ഒരു 6 മീറ്റർ വീതി, 6-7 മീറ്റർ വീതി എന്തായാലും ഉണ്ട്. അതിൻ്റെ 2 സൈഡായിട്ടാണ്. നല്ല പ്ലാനിങ് ആണ്. സ്ഥലം വേസ്റ്റ് ആവാത്ത വിധത്തിലുള്ള പ്ലാനിങ് ആട്ടത്. അതായത് നമ്മുടെ കൽപ്പറ്റ ടൗൺഷിപ്പ് സ്ട്രെയിറ്റുള്ള അങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന വീടുകളല്ല, പലതും പല ഭാഗത്തായിട്ടുള്ള വീട്. അതിന് എൻ്റെ അഭിപ്രായത്തിൽ കുറേ സ്ഥലം നഷ്ടപ്പെടും. അതിന് വഴികൾ, റോഡുകൾ കൂടുതൽ വേണ്ടേ ഓരോ വീട്ടിലേക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇത് ഒരൊറ്റ റോഡിൽ മുഖാമുഖം നിൽക്കുമ്പം റോഡിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ കുറേ ലാഭം ഉണ്ടാവും. ഏതായാലും ആളുകളൊന്നും താമസിക്കാൻ കറക്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് താമസിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ താമസക്കാരെത്തിയിട്ടില്ല. ജോലിക്കാർ ഇവിടെ ഡ്രസ്സ് ജോലിക്കാർ ഒരു താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ലേ, ഡ്രസ്സൊക്കെ കാണുന്നുണ്ട്. ഓരോ വീടിൻ്റെ മുന്നിലും സെയിം മരങ്ങളാണ് വെച്ചത്. ചെടികൾ സെയിം ചെടികൾ. മരങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെന്ത് ഫ്രൂട്ട്സ് ആണെന്നുള്ള മനസ്സിലാവില്ല. ഇവിടെ അങ്ങോട്ട് 4 കൂടിയ വഴിയായിട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ,
നാലും കൂടിയ ജംഗ്ഷൻ. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ അങ്ങോട്ട് റോഡായിട്ട് പോകുന്നുണ്ട്. ഈ വീടാണ് തുറന്നു കൊടുത്തത്. ഏതായാലും ഇതിൻ്റെ മിറ്റ സൗകര്യം ഉഷാറാട്ടോ, അടിപൊളി സൗകര്യമുണ്ട്. 8 സെൻറ്റ് സ്ഥലമല്ലേ. അപ്പം നമുക്ക് ഇതിലെ വീടിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സിറ്റ് ഔട്ടൊക്കെ 2-4 വൈറ്റ് ടൈലാണ്. അതാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങനെ കയറുമ്പം ഇവിടേക്ക് കൊടുത്ത സോഫകളൊക്കെ ആണ്. ഡൈനിങ് ടേബിള്, ഡൈനിങ് ഹാള് പോലെ 20 ഫുട്ട് നീളമുണ്ട് ഡൈനിങ് ഹാള്. അതുപോലെ 2, 4, 6, 10, 11 അടി വീതിയും. അത് നമ്മൾ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ ഇവരുടെ ഫർണിച്ചർ ബാത്റൂമൊക്കെ ഇതാ 2 നല്ലൊരു കട്ടില്, 5-6 കട്ടില്, അടിപൊളി അലമാര. ഏതായാലും നമ്മുടെ ടൗൺഷിപ്പിനെക്കാട്ടിയും കുറച്ചൊരു ഹൈറ്റ് ഇത്തിരി കൂടുതലുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്നത് 2 ബെഡ്റൂം, ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഈ ഭാഗത്തേക്കും. അതിൽ കോമൺ ബാത്റൂം. യെസ്, ഇതും നല്ല വലുപ്പമുണ്ട് കേട്ടോ. ബാത്റൂമിൽ ഒരു 7 വലുപ്പമുണ്ട്. ബെഡ്റൂം അതുപോലെ 11-10 ഇത് ഹൈറ്റ് ഓക്കെയാണ്. പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് വരുന്നു. കിച്ചണിൽ വർക്ക് ഏരിയ ആണ് സൗകര്യം. കിച്ചണ് ടൗൺഷിപ്പിലേക്കാട്ടി കുറച്ചൊരു ചെറുതാണോ സംശയമുണ്ട്. ഏതായാലും സൂപ്പർ. വിൻഡോ ഒക്കെ സെയിം ആട്ടോ. ഗ്രിൽസ് അതുപോലെ നല്ല വീതിയുള്ള ഡോറുകൾ. കട്ടിൽ വെക്കുന്ന പരിപാടിയില്ല, വിൻഡോക്ക് കട്ടിൽ വെക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഫൈബർ ഉണ്ടായിരിക്കില്ലേ, മര. അപ്പോൾ ഇതാണ് നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ ഉൾവശട്ടാ. ലൈറ്റ്, ഫാന് ഒക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മോൾ ഭാഗത അടിയിൽ നല്ല മണ്ണിൻ്റെ ഉഷാറിട്ടായി. അപ്പം ഞാനിവിടെ ഇങ്ങനെ വീടുകളുടെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇതാ എൻ്റെ വീട് മാത്രമാണ്, കോഴിക്കോട് മാത്ര. അവിടെ നിന്ന് കിണാശ്ശേരി ഭാഗത്തുനിന്ന് വനിതാ ലീഗിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരു 19 പേര് ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ കോർപ്പറേഷനിലെ 34-ാം വാർഡ് കൗൺസിലർ സായിദ സുലൈമാൻ, മുൻ കൗൺസിലർ, മുൻ കൗൺസിലർ നമ്മുടെ സായിദ സുലൈമാൻ എന്നിവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണാനായിട്ട് വന്നതാ വയനാട്ടിലേക്ക്? വേറെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഇനി ചൂരന്നതൊന്ന് പോയിക്കോളി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ളത്? ഞങ്ങള് കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് വരികയാണ്. കിണാശ്ശേരിയിലെ മുൻ കൗൺസിലറാണ്. വനിതാ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കോഴിക്കോടിൻ്റെ. നമ്മൾ നോമ്പ് ആയതുകൊണ്ടാണ് ആ സമയം നമുക്ക് വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ നോമ്പും പെരുന്നാളും കഴിഞ്ഞ് ആദ്യത്തെ യാത്ര നമ്മുടെ ഈ ദുരന്തഭൂമിയും അതോടൊപ്പം നമ്മുടെ പാർട്ടി കൊടുത്തിട്ടുള്ള ഈ 51 വീട് ഒന്ന് കണ്ട് വളരെ സന്തോഷം തോന്നി. കാരണം പുറത്തൊന്നും കാണുന്ന അത്രയല്ല, ഉള്ളിൽ ചെന്നപ്പോൾ വളരെ നല്ല റാഹത്തുള്ള നല്ലൊരു വീട്. മാഷാ അല്ലാ. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകൾക്കും ഇതിനുള്ള പ്രതിഫലം അല്ലാഹ് തരാതിരിക്കില്ല. അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി ഇവർക്കൊക്കെ സംസാരിക്കാനുണ്ടാവും. ഫർണിച്ചറും അടിപൊളി. വീടിന്റെ ഉള്ളിൽ കയറി കാട്ടേ, വീടിന്റെ ഉള്ളൊക്കെ അങ്ങനെ സൗകര്യം. സ്ത്രീകളാകുമ്പോ വീടിന്റെ ഉള്ളിലത്തെ സൗകര്യം പ്രത്യേകം അവർക്ക് അറിയാമല്ലോ. നമ്മളെ പ്രസ്ഥാനം
ഇതാണ് നമ്മുടെ പ്രസ്ഥാനം. അതിന് എത്ര നന്ദി അറിയിച്ചാലും അഭിമാനമുണ്ട് അതിൽ പ്രവർത്തിക്കാൻ. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും കിണാശ്ശേരി ശാഖന്റെ വനിതാ ലീഗിന്റെ പ്രവർത്തകരാണ് മുഴുവനും. വളരെ സന്തോഷമായി നിങ്ങളെയും കൂടി ഇതിന്റെ മുന്നിൽ കണ്ടതിന്. വന്ന് കണ്ടപ്പോൾ നമ്മൾ അന്ന് തന്നെ വരേന് നോമ്പ് അതുകൊണ്ടുള്ള ഒരു പ്രയാസം കൊണ്ട് മാത്രം എല്ലാവരും കൂടി ഒന്നിച്ച് വരാന്ന്, ഇത് കഴിഞ്ഞിട്ട് വരാന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ടാണ് പെരുന്നാൾ കഴിയാൻ വേണ്ടി നമ്മൾ കാത്തുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും മടങ്ങാണോ? അത് കണ്ടു കഴിഞ്ഞില്ല? ചൂരൽമല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇതാണ് ഈ 51 വീടുകളിലേക്കുള്ള കിണർ ടാങ്ക് കേട്ടോ. ടാങ്ക് നല്ല ഹൈറ്റിലാട്ടോ. എല്ലാ വീടുകൾക്കും വെള്ളത്താൻ കണക്കായിട്ടുള്ള ഈ കിണറിൽ ഇപ്പോൾ വെള്ളം കുറവുണ്ട്, കുറച്ചുകൂടിയൊക്കെ താത്താനുള്ള പരിപാടി ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ കാരാപ്പുഴ ഡാമത്തെ വെള്ളം ഇവിടേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും സംഭവം വീടിൻ്റെ ടോപ്പ് ഭാഗം ലീക്ക് പ്രൂഫ് അടിച്ചോ? ലീക്ക് പ്രൂഫ് അടിച്ചില്ലെങ്കിൽ അത് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. എൻ്റെ വീഡിയോ ലീഗുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. ലീക്ക് പ്രൂഫ് വീടിന് അത്യാവശ്യമായിട്ട് അടിച്ചു കൊടുക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഇതാട്ടോ വീടിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തേക്ക് വീട് ഉണ്ടാക്കുന്നവർക്ക് സ്റ്റെയർ കൊടുത്തിട്ട് മുകളിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് അടിപൊളിയാട്ടോ. അത് ആ ഭാഗം ചെറിയൊരു ഒറ്റ ഡോർ വിൻഡോ വെച്ചിട്ടുണ്ട്. അത് പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം മുകളിലേക്ക് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്. ഉള്ളിലൊന്നും കൈകാര്യം ചെയ്യേണ്ട. ഇനി മുകളിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത തോതിൽ കൈകാര്യമാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ അടിപൊളി. അതൊക്കെ തന്നെയാണ് സൂപ്പർ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മളെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ 51 വീടുകളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താളി. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ട് ചെയ്താളില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ. എന്തായാലും കാഴ്ച